CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പോലീസിന് രൂക്ഷ വിമർശനമുണ്ടായി. പോലീസിൽ കാവ്യവൽക്കരണമാണെന്നും RSSനെ സഹായിക്കുന്ന നിലപാട് പോലീസ് പലപ്പോഴും സ്വീകരിക്കാറുണ്ടെന്നും വിമർശനം ഉയർന്നു. ഈ ചർച്ചയിൽ ജി സുധാകരനെതിരെയും കടുത്ത വിമർശനങ്ങളുണ്ടായി. പാർട്ടി സെക്രട്ടറിമാർ സ്റ്റേഷനിൽ നിന്നും ജീവനോടെ പുറത്തുവരുന്നത് ഭാഗ്യം കൊണ്ടാണെന്ന രൂക്ഷ വിമർശനമായിരുന്നു ചർച്ചയുടെ ഭാഗമായി പ്രതിനിധികൾ ഉന്നയിച്ചത്. പോലീസിൽ കാവ്യവത്കരണം നടക്കുന്നു. RSSനെ സഹായിക്കുന്ന നിലപാട് ബഹുഭൂരിപക്ഷം സ്റ്റേഷനുകളിലെയും പോലീസുകാർ സ്വീകരിക്കുന്നു. BJPക്കാർക്കാണെങ്കിൽ തലോടലും CPMകാർക്ക് ലോക്കപ്പും എന്ന അവസ്ഥയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഉള്ളതെന്നും ചർച്ചയുടെ ഭാഗമായി പ്രതിനിധികൾ പറഞ്ഞു. സമ്മേളനത്തിൽ ജി സുധാകരനെതിരെയും കടുത്ത വിമർശനമുണ്ടായി. സുധാകരൻ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണെന്നും ഇത് പാർട്ടി നിയന്ത്രിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. BJPയിൽ നിന്ന് പാർട്ടിയിലേക്ക് വരുന്നവരുടെ പശ്ചാത്തലം പരിശോധിക്കണമെന്നും ഏകപക്ഷീയമായി ആളെ ചേർക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് ശരിയല്ലെന്നും പ്രതിനിധികൾ പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലിനെതിരെയും സമ്മേളനത്തിൽ വിമർശനമുണ്ടായി. പലപ്പോഴും വിമർശനം അതിരുകടക്കുന്നു. ഓൺലൈൻ ചാനലുകളെ അതിരുകവിഞ്ഞ് പിന്തുണയ്ക്കുന്ന പാർട്ടി രീതി ശരിയല്ലെന്നും ഇത് നിയന്ത്രിക്കണമെന്നും പ്രതിനിധികൾ ചർച്ചയുടെ ഭാഗമായി ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ഇന്നലെ നടന്ന ചർച്ചയിൽ EP ജയരാജൻ ദല്ലാൽ നന്ദകുമാർ ബന്ധത്തിനെതിരെയും പ്രതിനിധികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. നാളെ പൊതുസമ്മേളനത്തോടെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം പൂർത്തിയാകും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ന്യൂസ് മലയാളം, പത്തനംതിട്ട.